ആ വീട്ടിലെ നായ കൂട്ടിൽ കിടന്ന് വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഇന്ദിര ഏതോ ഓർമ്മയിലാണ്ടു പോകുന്നു. അപ്പോഴേക്കും ശാരദ ഓടി വരുന്നു. നിന്നെക്കുറിച്ച് ഓർത്തതേയുള്ളൂ, മാളു പറഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ സംഭാഷണം ആരംഭിക്കുന്നു. അവരൊരുമിച്ച് പഠിക്കുന്ന കാലത്ത് ശാരദ പ്രണയിച്ചിരുന്ന രാജൻ എന്നയാളിനെ തന്നെയാണ് അവൾ വിവാഹം ചെയ്തിരുന്നത്. അയാളുടെ ഫോട്ടോ എപ്പോഴോ പത്രത്തിൽ കണ്ടിരുന്നു. യൂറോപ്പിൽ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വലിയ സന്തോഷമില്ലാതെ ശാരദ മൂളുക മാത്രം ചെയ്തു. പ്രണയസാഫല്യം നേടിയ ശാരദയോട് വലിയ ആവേശത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശാരദയുടെ മറുപടി അത്ര പ്രസാദാത്മകമായിരുന്നില്ല. പഠനകാലത്ത് രാജൻ്റെ കത്ത് വരാൻ വൈകി വേവലാതിപ്പെട്ടിരുന്ന ശാരദയോട് ഇന്ദിര പറഞ്ഞിരുന്നു, 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറമൊന്നുമില്ല പ്രേമം. അന്ന് ശാരദയ്ക്ക് ദേഷ്യം തോന്നിയിരുന്നുവെങ്കിലും ജീവിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 മാസം കഴിഞ്ഞ് ഇന്ദിര പറഞ്ഞതു തന്നെയാണ് ശരിയെന്ന് ബോധ്യമായെന്ന് ശാരദ പറയുന്നു. അവളുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാതെ ഇന്ദിരയെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. ഇന്ദിരയ്ക്ക് ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് പോലെയുള്ള തോന്നലുകൾ എങ്ങനെ വന്നുവെന്ന് ശാരദ ചോദിക്കുന്നു. എന്തോ ഓർമ്മയിൽ ഉടക്കി നിന്നതല്ലാതെ ഇന്ദിര മറുപടി കൊടുക്കുന്നില്ല. മദ്രാസിലായിരുന്നപ്പോൾ ആരോ പറഞ്ഞു കേട്ടു, പ്രഭാകരൻ സാറുമായി നിന്റെ വിവാഹം ഉറപ്പിച്ചു, സാറിന് ഇംഗ്ലണ്ടിൽ പോകാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടും, 2 പേരും പോകുമെന്നുമൊക്കെ. വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുകയാണ് നീയെന്ന് ആരും പറഞ്ഞില്ല എന്ന് ശാരദ പറയുന്നു. അമ്മയോട് ചോദിച്ചതുപോലെ ഇന്ദിര ശാരദയോടും ചോദിക്കുന്നു, തന്നെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ശാരദയ്ക്ക് വിഷമമാകുന്നു. നീ അടുത്തില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ചെറുപ്പം മുതൽ നീയേ എനിക്കുണ്ടായിട്ടുള്ളൂ. നീ എന്തായി തീർന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും സ്നേഹം മാത്രമേ തനിക്കുള്ളൂ എന്ന് ശാരദ പറയുന്നു. എന്നും ഒപ്പം ഉണ്ടാകണമെന്നും പറയുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ.